വണക്കം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം ഇപ്പോൾ പോവും എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ് കമ്മിക്കുട്ടന്മാരെന്ന് പറയുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പോകണമെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്താവണം? ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരണം. ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ മാത്രം പോരാ, ഈ അവിശ്വാസ പ്രമേയം പാസ്സാകണം, വോട്ടിനിട്ട് പാസ്സാകണം. ഇത് ചീറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ 6 മാസത്തേക്ക് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനും പറ്റില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്ത് തന്നെയായിരുന്നാലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെ ഭരണം എങ്ങനെയും താഴെ ഇറക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ് നമ്മുടെ CPM എന്ന് പറയുന്നത്. ഇപ്പോഴിതാ ശബരിനാഥൻ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ് ഒരു അവിശ്വാസ പ്രമേയമായിട്ട് ശബരിനാഥൻ ഫ്രണ്ടിലോട്ടെത്തി. പക്ഷേ 4-3-7 പേര് തികച്ചില്ലാത്ത ഈ UDF കൗൺസിലർമാരെല്ലാം കൂടെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കില്ല എന്ന് കണ്ടുകൊണ്ട് നമ്മുടെ ശബരിനാഥൻ എന്ത് ചെയ്തു? നമ്മുടെ ശബരിനാഥൻ CPMൻ്റെ പിന്തുണ തേടി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPMൻ്റെ പിന്തുണ ശബരിനാഥൻ തേടി. അപ്പോൾ CPM പിന്തുണയ്ക്കുമോ പിന്തുണയ്ക്കണ്ടേ എന്നുള്ള കൂലങ്കഷമായിട്ടുള്ള താത്വികമായിട്ടുള്ള അവലോകനങ്ങളിലാണ് ഇവർ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ശിവൻകുട്ടിയും പിന്നെ മറ്റുള്ള നേതാക്കന്മാരെല്ലാം കൂടെ ഒത്തുകൂടി. കാരണം CPM ഇപ്പം ചിത്രത്തിലേ ഇല്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPM ചിത്രത്തിലേ ഇല്ല. കോർപ്പറേഷനിൽ നഗരത്തിലെ CPM ചിത്രത്തിലില്ല എന്നുള്ളതാണ്. CPMൻ്റെ 3 സീറ്റുകൾ BJP MLA സീറ്റ് പിടിച്ചെടുത്ത്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP CPMൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത്. അതായത് ഒരു പരിപാടിക്ക് വിളിച്ചാൽ പോലും മഷിയിട്ട് നോക്കിയാൽ വരാനായിട്ട് അധികാരമുള്ള ഒരു CPMകാരൻ ഇവിടെ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ നമ്മുടെ ശിവൻകുട്ടി ആദ്യം പറഞ്ഞു, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പിന്തുണയ്ക്കാം എന്ന് ശിവൻകുട്ടി ആദ്യം ഒരു സൂചന, പിന്തുണയ്ക്കാമെന്ന് പറഞ്ഞില്ല എങ്കിലും പിന്തുണച്ചേക്കും എന്ന് നമ്മുടെ മാധ്യമങ്ങളുണ്ടല്ലോ. അതായത് നമ്മുടെ മാധ്യമങ്ങൾക്ക് ചുക്കും ഏക്കും പൊക്കും അറിഞ്ഞു തുടങ്ങിയ മാധ്യമങ്ങൾ ഉണ്ടത്രേ, പിന്തുണച്ചേക്കും അത്രേ, പിന്തുണയ്ക്കുമായിരിക്കും, അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു എന്നൊക്കെ എഴുതും. പക്ഷേ ഇന്ന് ശിവൻകുട്ടി അണ്ണൻ അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പിന്തുണയ്ക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെന്നല്ല, ഈ UDFൻ്റെ മേജർ എതിരാളി എന്ന് പറയുന്നത് കേരളത്തിൽ എപ്പോഴും CPM ആണ്. ഈ CPM അല്ലെങ്കിൽ LDF ആണ് UDFൻ്റെ മേജർ എതിരാളി എന്ന് പറയുന്നത്. പക്ഷേ തിരുവനന്തപുരത്ത് ആദ്യമായി BJPക്ക് കിട്ടിയ ഒരു ഭരണം താഴെ ഇറക്കാനായി CPM എന്ന് പറയുന്ന മേജർ എതിരാളിയെ എടുത്ത് തോട്ടിലെറിഞ്ഞിട്ട് UDF അവരുടെ മേജർ എതിരാളിയായി നിലവിൽ കാണുന്നത് ആരെയാണ്? BJP ആണ്. അപ്പോൾ അത് CPM വലിയ ക്ഷീണമാണ്. ഇതിൻ്റെ ഒരു എഫക്റ്റ് കേരളം മുഴുവൻ പ്രതിഫലിക്കും. അതായത് നമ്മുടെ വിജയ് പറയുന്നത് പോലെ, അതായത് 2 പേർക്കിടയിലതാം പോട്ടിയെ, ഒന്ന് TVK ഇന്നൊന്ന് DMK എന്ന് നമ്മുടെ വിജയ് പറയുന്നത് പോലെ 2 പേർക്കിടയിലാണ് നമ്മുടെ കേരളത്തിൽ പോട്ടി. CPMകാരന്മാർ എപ്പോഴും പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് അത് CPMഉം കോൺഗ്രസും തമ്മിലാണ് പോട്ടി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ CPMനെ എടുത്ത് മാറ്റിയിട്ട് BJP എങ്ങനെയെങ്കിലും താഴെ ഇറക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ CPM കയറി കോൺഗ്രസിന് കൈ കൊടുത്തു കഴിഞ്ഞാൽ അത് സകല സ്ഥലങ്ങളിലും അലയടിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഒരു ഇന്ത്യ മുന്നണി അവിടെ നിലവിൽ വന്നു എന്ന് പറഞ്ഞ് BJPക്ക് അത് പ്രചരിപ്പിക്കാനായിട്ട് സാധിക്കും. അത് ആൾക്കാർക്കിടയിൽ ഏൽക്കുകയും ചെയ്യും. ഇപ്പം തന്നെ BJPക്ക് വോട്ടിടണോ വോട്ടിടണ്ടേ എന്ന് വോട്ടിടാത്ത നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങൾ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് തള്ളി കൊടുത്തു കഴിഞ്ഞാൽ BJPക്ക് അവർ വോട്ടിട്ട് കൈ കൊടുക്കും എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ BJPക്ക് വേണമെങ്കിൽ 10-30 സീറ്റ് അടുത്ത തവണ പിടിക്കാമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ VV രാജേഷിൻ്റെ ഭരണം കൂടെ ജനങ്ങൾ കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ CPMൻ്റെ കിളി പറന്നുപോയി എന്നുള്ളതാണ്. നമ്മുടെ ശബരിനാഥൻ പിന്നെ പറയണ്ടല്ലോ. ശബരിനാഥൻ ആകപ്പാടെ അറിയാമെന്നുള്ളൊരു കാര്യം എന്ന് പറയുന്നത് വെള്ളയും ഇട്ട് നടക്കുക എന്നുള്ളത് മാത്രമാണ്. ഒരു കോർപ്പറേറ്റ് ജീവനക്കാരനായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ കോർപ്പറേറ്റ് ജീവനത്തിൽ നിന്ന് ശബരിനാഥൻ എന്ത് ചെയ്തു? ഒരു അമൂൽ ബേബി ആയിരുന്നു. അച്ഛൻ G കാർത്തികേയൻ എന്ന് പറയുന്ന വ്യക്തി സ്പീക്കറായിരുന്നു. മരിച്ചു പോയപ്പോൾ അരുവിക്കരയിൽ നിർത്താം, കാരണം ഒരു സഹതാപ തരംഗം കിട്ടുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശബരിനാഥനെ കൊണ്ടിറക്കി നിർത്തി. എൻ്റെ സുഹൃത്തുക്കളൊക്കെ ആ സമയത്ത് കോൺഗ്രസ് ഉണ്ടായിരുന്ന ആൾക്കാർ ശബരിനാഥൻ്റെയൊക്കെ വലിയ രീതിയിലുള്ള പ്രചാരകരായിട്ട് ആ സമയത്ത് പോയിട്ടുണ്ട്. ശബരിനാഥനുമായിട്ട് കോൺടാക്റ്റുള്ള മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു. അരുവിക്കര ഭരിച്ചു. 5 കൊല്ലം അരുവിക്കരയിൽ ഇരുന്നു. എനിക്ക് തോന്നുന്നു ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു, പിന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ കൂടെ ജയിച്ചു. കാരണം ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ട് പിന്നെ 1-1.5 വർഷം കഴിഞ്ഞു അടുത്ത തെരഞ്ഞെടുപ്പ് ഒന്നെന്നാണ് എൻ്റെ ഓർമ്മ. അതിനുശേഷം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൽ കൂടെ ശബരിനാഥൻ ജയിച്ചു. അങ്ങനെ ജയിച്ചു കഴിഞ്ഞ ശേഷം ശബരിനാഥൻ്റെ തനിക്കോണം എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലായി. അവിടെയുള്ള ജനങ്ങൾ തന്നെ പറഞ്ഞു തുടങ്ങിയ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിളിച്ചാൽ ഫോൺ എടുക്കൂല, ജനങ്ങളോടൊരു മര്യാദയില്ല, എന്താണ് ഏതാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് യാതൊരുവിധ രാഷ്ട്രീയ ബോധ്യവും ഇല്ല. നമ്മുടെ മനോരമ ശബരിനാഥൻ സഭയിലേക്ക് എത്തിയപ്പോൾ ശബരിനാഥൻ ഇങ്ങനെ നിൽക്കുന്ന ഒരു പടം എടുത്ത് ആ മനോരമയുടെ ഫ്രണ്ടിൽ അടിച്ചിട്ടിട്ട് സഭയിലെ ബേബി എന്നാണ് ഇട്ടത്. സമാനമായിട്ടുള്ള രീതിയിൽ ഒരു കൊച്ചുകുട്ടിയുടെ ആ ഒരു ബുദ്ധി മാത്രമേ ശബരിനാഥന് രാഷ്ട്രീയത്തിലുള്ളൂ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കളഞ്ഞു മനോരമ. അതുപോലെ തന്നെയാണ് ആ ലെവലിൽ തന്നെയാണ് ശബരിനാഥൻ ഇപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ടാണ് പൊട്ടിത്തള്ളി വീട്ടിൽ ഇരുന്നത്. പിന്നെ UDFൻ്റെ ഇത്രയും വലിയൊരു തരംഗം ഉണ്ടായിട്ടും ശബരിനാഥനെ മാത്രം ഒരിടത്ത് നിർത്തി ജയിപ്പിക്കാതെ കോർപ്പറേഷനിൽ നില്ല് മേയറാക്കാം, UDFന് ഒരു സാധ്യതയില്ലാത്ത കോർപ്പറേഷൻ നിർത്തി മേയറാക്കാമെന്ന് ശബരിനാഥനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവിടെ കൊണ്ട് കെട്ടിയിറക്കി.
അവിടെ കൊണ്ട് കെട്ടിയിറക്കി ഇവിടെ കബഡിയാറിൽ നിന്ന് ശബരിനാഥൻ ജയിച്ചു. ഇനിയിപ്പോൾ ശബരിനാഥനെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവില്ലല്ലോ എന്നുള്ളതായിരുന്നു UDFൻ്റെ ഏക ആശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ശബരിനാഥനെ അവിടെ കൊണ്ടിരുത്തി. ഇപ്പോൾ ശബരിനാഥൻ എന്ന് പറയുന്നത് VD സതീശൻ്റെ കൂടെയാണ്. കാരണം VD സതീശൻ്റെ രാഷ്ട്രീയ ഗുരുവാണല്ലോ ഈ കാർത്തികേയൻ സാർ എന്ന് പറയുന്നത്. കാർത്തികേയൻ സാറിൻ്റെ മകനെന്ന് പറയുന്നത് എൻ്റെ മോനെ പോലെയാണ് എന്നാണ് VD സതീശൻ സാറ് പല വേദികളിലും പറയാതെ പറഞ്ഞു വെക്കുന്നത്. അത് ഗുരുവിൻ്റെ പുത്രനോടുള്ള വാത്സല്യമായിരിക്കും. അങ്ങനെ പല പോസ്റ്റുകളും കൊടുത്തപ്പോൾ കൂടെ നടത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അപ്രതീക്ഷിതമായി ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചാടി ഇറങ്ങിയ ഒരു വൻ അബദ്ധമാണ് നമ്മുടെ ശബരിനാഥൻ കാട്ടിക്കൂട്ടിയത്. ആ വൻ അബദ്ധം കാട്ടിക്കൂട്ടി എന്നുള്ളത് മാത്രമല്ല, BJPയുടെ പദ്ധതി അടുത്തത് എന്താണ് എന്ന് കൃത്യമായിട്ട് BJPക്ക് മെനയാനുള്ള സമയം കൂടെ ശബരിനാഥൻ കൊടുത്തു എന്നുള്ളതാണ്. ഒന്നെങ്കിൽ ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, എല്ലാവരെയും സെറ്റാക്കിയിട്ട് ഇത് അനൗൺസ് ചെയ്യണം. അങ്ങനെ അനൗൺസ് ചെയ്തെങ്കിൽ ഒരു എഫക്റ്റ് അതിന് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു എന്നൊരു മിഥ്യാധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാമായിരുന്നു. അത് നടന്നില്ല. ഇപ്പോൾ ഈ അവിശ്വാസ പ്രമേയം വരുന്നു എന്ന് പറഞ്ഞ് നാട്ടുകാരെ അറിയിച്ച് വീട്ടുകാരെ അറിയിച്ച് നേരെ പോയി ശിവൻകുട്ടിയുടെ കാലും പിടിച്ച് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശിവൻകുട്ടിക്ക് അവിശ്വാസ പ്രമേയം വേണ്ടെങ്കിൽ അവർക്ക് ഇനിയും തെരുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താൽ മതി. ഞാനൊരു കാര്യം പറയാം. അതായത് ഇനിയിപ്പോൾ പ്രതിപക്ഷവും ഭരണപക്ഷവും വേണ്ട. ഇനിയിപ്പോൾ ഈ കോർപ്പറേഷനകത്താണല്ലോ മുഖ്യമന്ത്രി VD സതീശനും നമ്മുടെ പിണറായി വിജയനൊക്കെ ഒരുമിച്ചിരിക്കുന്നത്. എന്തിനാണ് നിങ്ങൾ ഈ അപ്പുറം ഇരിക്കുന്നത്? വന്ന് ഒരുമിച്ചിരിക്കണം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വരുമ്പോൾ നിങ്ങൾ ഒരുമിച്ചിരിക്കണം. നിങ്ങൾ ഒരുമിച്ചിരുന്ന് കൈയൊക്കെ കോർത്ത് അങ്ങോട്ടും പരസ്പരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുമിച്ചിരിക്കണം. അതാണ് ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത്. ആ സഖ്യത്തിലാണല്ലോ നിങ്ങളിപ്പോൾ ഉള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ അവിശ്വാസ പ്രമേയം മൊത്തം ചീറ്റിപ്പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നെങ്കിൽ തന്നെ എന്തായിരിക്കും അവസ്ഥ എന്ന് നമ്മൾ ചിന്തിക്കണമല്ലോ. അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാലും ഒരു ചുക്കും ചുണ്ണാമ്പ് സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കണക്കുകൾ നിരത്തി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ അവിശ്വാസ പ്രമേയം എന്ന് പറയുന്ന സാധനം 20 അംഗങ്ങളുള്ള UDFനോ 29 അംഗങ്ങളുള്ള LDFനോ, 20 അംഗങ്ങളാണ് UDFനുള്ളത്, 29 അംഗങ്ങൾ LDFനുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ സാധിക്കില്ല. അവിശ്വാസ പ്രമേയം കൊണ്ടുവരണമെങ്കിൽ കുറഞ്ഞത് ഒരു 10-35 കൗൺസിലർമാരെങ്കിലും അതിനകത്ത് വേണം. ഈ 2 പേർക്കും അതില്ല. ഇനി 2 പേരും കൂടെ ചേർന്ന് നിന്ന് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാമെന്ന് വയ്ക്കുകയാണെന്ന് വയ്ക്കുക. അങ്ങനെ 2 പേരും കൂടെ ചേർന്ന് നിന്ന് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാലും ഈ അവിശ്വാസ പ്രമേയം വോട്ടിനിടാൻ 101 പേരുള്ള കോർപ്പറേഷനിൽ 51 പേരിലധികം കൗൺസിലർമാർ ഹാജരായിരിക്കണം എന്നുള്ള ഒരു നിയമമുണ്ട്. അപ്പോൾ ഈ 51 കൗൺസിലർമാർ ഹാജരാകണമെങ്കിലും ഈ 20ഉം 29 49 ആവുന്നുള്ളൂ. അതായത് 49 പേരേ ഉള്ളൂ LDF UDF കൂടെ ചേർന്ന് കഴിഞ്ഞാൽ. പിന്നെ ഒരു സ്വതന്ത്രനുണ്ട്. ആ സ്വതന്ത്രനും കൂടെ ഇവരെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ 50 ആവും. പക്ഷേ BJPയുടെ കയ്യിൽ 51 പേരുണ്ട്. ഈ 51 പേരിൽ ഒരു സുഗതൻ എന്ന് പറയുന്ന ആൾ ജയിലിലാണ്. ഇപ്പോൾ കാപ്പ കേസിൽ കുടുക്കി ജയിലിൽ ഇട്ടിരിക്കുകയാണ്. അങ്ങനെ അവിശ്വാസം കൊണ്ട് വന്ന് താഴെ ഇറക്കാമെന്ന് പറയും. പക്ഷേ വേറെ മേയറിൻ്റെ ഒരു കാഞ്ഞ ബുദ്ധി വെച്ച് എൻ്റെ ഒരു വീക്ഷണകോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു മെഡിക്കൽ ലീവ് എടുത്താൽ തീരാന്നുള്ള കേസേ ഉള്ളൂ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും മേയർ എന്ന് പറഞ്ഞിരിക്കുന്നത് ആന്തൂറിയം കൊടുക്കാനായിട്ട് ഗാർഡൻ, അതായത് പൂന്തോട്ടത്തിൽ നിന്ന് ശബരിനാഥൻ ഇങ്ങനെ നീട്ടുമ്പോൾ അപ്പുറത്ത് നിന്ന് CPM അവലോസുണ്ടയായിട്ട് വരുമെന്ന് ശബരിനാഥൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേ വരുന്നില്ല. അവിടെ നിന്ന് മഴ കൊള്ളുന്നതാണ് മെച്ചം. എന്തായാലും നമ്മുടെ പദ്ധതികൾ നമ്മൾ മെനയും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവലോസുണ്ടയം കൊണ്ട് വരുമെന്ന് അറിയട്ടെ. എന്നിട്ട് നമ്മുടെ പദ്ധതികൾ നമ്മൾ മെനയുമെന്നാണ് കൃത്യമായിട്ട് മേയർ പറഞ്ഞിരിക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും അവിശ്വാസ പ്രമേയം ആടാപാടാലം തേഞ്ഞ് പണ്ടാരമടങ്ങി എന്നുള്ള വിഷയമാണ് നമുക്കിപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ മാധ്യമങ്ങളൊക്കെ പിരിഞ്ഞു പോകണം. മാധ്യമങ്ങൾക്ക് ഇപ്പോൾ ഇന്ന് വീഴും, നാളെ വീഴും, മറ്റന്നാൾ വീഴും എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ ഭയങ്കര ബഹളമായിരുന്നു. അതായത് കോർപ്പറേഷൻ ഇന്ന് വീഴും, നാളെ വീഴും. ഞാൻ കാര്യം പറയാം, കോർപ്പറേഷൻ വീണ് കഴിഞ്ഞാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ ജനങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിലും പോലും 55-60 സീറ്റിൽ എന്ത് ചെയ്യും? BJP ഇനി ശക്തമായിട്ട് അധികാരത്തിൽ തിരിച്ചു വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. മനസ്സിലാക്കാനൊന്നുമില്ല, അത് കൃത്യമായിട്ട് BJP വരിക തന്നെ ചെയ്യും. ഇത് ഈ കമ്മികൾ പോലും അംഗീകരിക്കുന്ന കാര്യമാണ്. ഈ കമ്മികളുടെ താത്വിക ആചാര്യയായിട്ടുള്ള രശ്മി ആർ നായർ ഒരിക്കലും ഒരു പോസ്റ്റ് ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ രശ്മി ആർ നായർ ഇട്ടിരുന്ന പോസ്റ്റ് എന്ന് പറഞ്ഞാൽ BJP അധികാരത്തിൽ വരുന്നത് വരെ മാത്രമേ ഉള്ളൂ അവർക്ക് വർഗീയതയൊക്കെ. വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്യുന്നത് ഈ ടെക്നോളജി, ഡിജിറ്റലൈസേഷൻ, കോർപ്പറേറ്റ് സംഭവങ്ങൾ, പിന്നെ ഈ ബാങ്കിങ് സെക്ടർ, ഇങ്ങനെയുള്ള വാക്കുകൾ മാത്രമേ നമ്മൾ കേൾക്കത്തുള്ളൂ. അപ്പോൾ ഈ വരാനുള്ളൊരു ആയുധമാണ് അവർക്ക് വർഗീയത. അവർ പറഞ്ഞത് അങ്ങനെയാണ്. അതായത് BJP ഒരു തവണ അധികാരം പിടിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കണ്ടല്ലോ വി വി രാജേഷിനെതിരെ എന്തെങ്കിലും വർഗീയമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടോ? മുസ്ലിംസ് പോലും അയാളെ കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്തു പോകുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒന്ന് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ശരി.